എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്. ഈദുൽ ഫിത്തർ വളരെ സവിശേഷതകളുള്ള പെരുന്നാളാണ്. റമളാനിൻ്റെ വ്രതശുദ്ധിക്ക് ശേഷം ആത്മസംസ്കരണത്തിലൂടെ സ്വയം വിശുദ്ധി നേടിയിട്ടുള്ള നമ്മൾ ഈദുൽ ഫിത്തർ ആഘോഷിക്കാൻ പോവുകയാണ്. ഈ ആഘോഷത്തോടൊപ്പം നമ്മൾ പാവപ്പെട്ട സമൂഹത്തിന്റെ അടിത്തട്ടിൽ ഉള്ള ആളുകളെ കുറിച്ച് ആലോചിക്കുകയും അവരുടെ വിശപ്പിനെക്കുറിച്ച് മനസ്സിലാക്കുകയും ഫിത്തർ സക്കാത്തിലൂടെ നാം അവരുടെ കൂടി വേദന പങ്കിടുകയും ചെയ്യുന്ന വളരെ ഉദാത്തമായ ഒരു അവസ്ഥാവിശേഷം സംജാതമാകുന്നു ഈദുൽ ഫിത്തർ എന്ന് പറയുന്ന ദിനത്തിലൂടെ. ഈ ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമമായ ഈദുൽ ഫിത്തറിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ ലോകത്ത് നിന്നുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ളവരെ കുറിച്ച് ചിന്തിക്കാം. എത്ര ആളുകൾ ഇന്ന് അഭിവൃദ്ധിയിൽ കഴിയുന്നു, എന്നാൽ അതിലും അധികം ആളുകൾ സമൂഹത്തിൽ ഇല്ലായ്മകളിൽ കഴിയുന്നു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ആഹാരം കഴിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് പഠിപ്പിച്ചു തന്ന പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളായ നമുക്ക് ചിന്തിക്കാനുള്ളത് അയൽവാസിയുടെ വിശപ്പിനെ കുറിച്ചാണ്. നമുക്ക് ചുറ്റുമുള്ളവരുടെ പെരുന്നാൾ എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ചാണ് നമുക്ക് ആലോചിക്കാനുള്ളത്. അവർക്കും ഈ പെരുന്നാൾ സന്തോഷത്തോടുകൂടി ആഘോഷിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ കുട്ടികളെപ്പോലെ അവർക്കും ഈ പെരുന്നാളിന്റെ ആഘോഷങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ലെങ്കിൽ അതുണ്ടാക്കി കൊടുക്കേണ്ട കടമ നമുക്കുള്ളതാണ്. ഈ ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ എന്നോട് തന്നെ അതുപോലെ തന്നെ നിങ്ങളോടും നടത്തിക്കൊണ്ട് എൻ്റെ ഈ പെരുന്നാൾ ആശംസകൾ, വളരെ ഹ്രസ്വമായ ഈ ആശംസകൾ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നു. ജീവൻ ടെലിവിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. അഹ്ലൻ റംസാൻ പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ പരിപാടി ആദ്യാവസാനം വീക്ഷിച്ച മാന്യ പ്രേക്ഷകർക്ക് നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ വിലാസം info@islahicenterjidda.com. Assalamu alaikum warahmatullah. Oh, you who were raised amongst us, coming with a word to be obeyed. You have brought to this city nobleness. Welcome, best caller to God's way.